ഈ പെരുന്നാളിന്റെ പേര് തന്നെ ബലി പെരുന്നാൾ എന്നാണല്ലോ. അപ്പൊ ആ ബലി ഇല്ലാത്ത പെരുന്നാള് ആൾക്കാർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവോ? എന്താ മൗലവിക്ക് തോന്നുന്നത്? ഈ പേരിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ബക്രീദ് എന്നാണ് ഇതിന് ഉറുദുവിൽ പറയുക, അറിയാമോ? ബക്രീദ്. ബക്രീദ് എന്ന് പറഞ്ഞാൽ ബക്കർ ഈദ് എന്നാണ്. ബക്കറ എന്ന് പറഞ്ഞാൽ അറിയില്ല, ആട്. അപ്പോൾ ആട് പെരുന്നാൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഇതിന് പറയുന്നത്. അതായത് കശാപ്പ് പെരുന്നാൾ എന്നാണ്. അതിൻ്റെ ഒരു മലയാളീകരണമാണ് ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈദുൽ അസ്ഗർ, ഈദുൽ അക്ബർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ പ്രയോഗം. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഇതിനെയാണ് ബലി പെരുന്നാൾ എന്നാക്കി മാറ്റിയത്. ഒന്ന് ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നാക്കി മാറ്റി. യഥാർത്ഥത്തിൽ നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ അത് ചെറിയ അനുഷ്ഠാനം, ചെറിയ പെരുന്നാൾ. ഹജ്ജ് വലിയ അനുഷ്ഠാനമാണ്. അതിനുശേഷം വരുന്നത് വലിയ പെരുന്നാൾ. നമ്മുടെ മലയാള ഭാഷയിലൊക്കെ പണ്ട് വലിയ പെരുന്നാൾ എന്നാണ്. വലിയ പെരുന്നാൾ, നാല് കഴിഞ്ഞൊരു ഹാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നല്ലോ. ഈ വലിയ പെരുന്നാളിനെയാണ് പിന്നീട് ബലി പെരുന്നാളാക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ ബലി പെരുന്നാൾ എന്ന പ്രയോഗം ശരിയല്ല. അതോടൊപ്പം ഈ സമർപ്പണത്തിൻ്റെ ഒരു ബലിയുണ്ട്. ആ ബലി ശരിയുമാണ്. ഇബ്രാഹിം നബി ഇസ്മായിലിന് ബലി കൊടുത്തില്ല, സമർപ്പിച്ചല്ലോ. ആ സമർപ്പണം ഉണ്ടാകണം. ആ സമർപ്പണം എങ്ങനെ ഉണ്ടാകണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്തോ അത് ദൈവമാർഗത്തിൽ നിന്ന് നല്ല മാർഗത്തിൽ സമർപ്പിക്കുക. അങ്ങനെയുള്ളൊരു ബലി രണ്ട് പെരുന്നാളിനുണ്ട്. ഇപ്പം ചെറിയ പെരുന്നാളിന് നമ്മൾ പിന്നെ ഇതൊക്കെ കൊടുക്കൂലേ, ഈ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുമല്ലോ. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷ്യ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതുപോലെ വലിയ പെരുന്നാളിനും നമുക്കിഷ്ടമുള്ള ഒന്ന് ബലി കൊടുക്കണം. അത് സ്വാഭാവികമായിട്ടും ധനമാണ് കൊടുക്കേണ്ടത്. അത് ഉദ്ഹിയ്യത്ത് എന്നുള്ള നിലക്കാണ് കുറേ കാലമായിട്ട് നടന്നു വരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് മുഹ്സിനെ ഓർക്കുന്നുണ്ടെന്നറിയില്ല. കഴിഞ്ഞ പ്രളയ സമയത്ത് ഒരു വലിയ പെരുന്നാളിൻ്റെ സമയമായിരുന്നത്. ആ സമയത്ത് 2018. ആ സമയത്ത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും ഒരു പ്രസ്താവന ഇറക്കി. ഇപ്രാവശ്യം നമുക്ക് ഉദ്ഹിയ്യത്ത് വേണ്ട, എന്ന് വെച്ചാൽ അറവ് വേണ്ട. നമ്മുടെ ഉദ്ഹിയ്യത്തിൻ്റെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കുള്ള സഹായത്തിനായിട്ട് വിനിയോഗിക്കണം. അതെങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഉദ്ഹിയ്യത്ത് ബലി ആണ് വേണ്ടത് എങ്കിൽ, ബലി എന്ന് പറഞ്ഞാൽ അറവാണ് എങ്കിൽ അന്ന് അറക്കാലോ. അറക്കുന്നതിനൊരു വിരോധമില്ല. കാരണം പ്രളയമുള്ളത് ചില ഭാഗങ്ങളിൽ മാത്രമാണ്, മറ്റുള്ള പല സ്ഥലങ്ങളിലും പ്രളയമില്ല. അപ്പോൾ പ്രളയമില്ലാത്ത സ്ഥലത്തൊക്കെ അറക്കാലോ. പക്ഷേ ആ വർഷം കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ തീരുമാനിച്ചു, ഇപ്രാവശ്യം നമുക്ക് അറവ് വേണ്ട, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് അയച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? അപ്പോൾ അവിടെ നടന്നത് ഒരു ഇജ്തിഹാദാണ്, ഗവേഷണമാണ്. അപ്പം ആവശ്യം അതാണ്, ജനങ്ങളുടെ ആവശ്യം അതാണ്, അത് കൊടുക്കാം. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ 2018 പറഞ്ഞ അക്കാര്യം തുടരണം. ഇവിടെ ആർക്കും ഇറച്ചിയുടെ ആവശ്യമില്ല. എല്ലാവരും ഇഷ്ടം പോലെ മാംസം കഴിക്കുന്നവരാണ്, മാംസം കഴിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് മാംസം കൊടുക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ പണം എത്രയാ ഓരോ മഹലിനും 100ഉം 50ഉം ഉരുക്കളെയാണ് അറക്കുന്നത്. ഒരു ഉരുവിന് 50,000 ശരാശരി കൂട്ടാം. 50,000 ഒന്നല്ല, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഒരു മോരിക്ക് അല്ലെങ്കിൽ ഒരു പോത്തിന് 50,000 രൂപ ശരാശരി കൂട്ടിയാൽ ഓരോ മഹലിലും അറക്കുന്ന ഉരുക്കളുടെ എണ്ണം ശരാശരി എടുത്താൽ ഒരു 10 കിട്ടും എന്ന് വെക്കുക. ഈ 10 ഉരുക്കൾ വീതം ഏതാണ്ട് 10,000-ഓളം മഹലിലുണ്ട്. 1 ലക്ഷം 50,000 കണക്കൂട്ടി നോക്കുക. എത്ര കോടികളാണ് ഇവിടെ നമ്മൾ ചിലവഴിക്കുന്നത്. ഈ പണം നിർമ്മാണാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഏതുപോലെ 2018 പ്രളയം പോലെ. ഇത്രയേ പറയുന്നുള്ളൂ. ഇവിടെ ഒരുപാട് ആൾക്കാർ പല ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇങ്ങനെ ആളുകളിൽ നിന്ന് ഉദ്ഹിയ്യത്തിൻ്റെ ഒരു പണം ഇതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ആവശ്യക്കാർ, സ്റ്റൗ ഇല്ലാത്തവർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞങ്ങൾ സ്റ്റൗ ഇല്ല, അവർ മണ്ണെണ്ണ വിളക്കിൽ കത്തിച്ചിട്ട് മുഖമൊക്കെ കരിപിടിച്ചിങ്ങനെ ഇരിക്കുന്ന, അവിടെ നമ്മൾ സ്റ്റൗ വാങ്ങിക്കൊടുത്തു ഉദ്ഹിയ്യത്ത്. അവരോട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഉദ്ഹിയ്യത്ത്. അതുപോലെ അടിസ്ഥാന ഫർണിച്ചറുകളില്ലാത്തവർ, എന്ന് വെച്ചാൽ കിടക്കാൻ കട്ടിലില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വസിക്കുന്നുണ്ട്. അവർക്ക് മാംസമല്ല ആവശ്യം, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കലാണ് ഉദ്ഹിയ്യത്ത്. അപ്പോൾ ബലി വേണം. ബലി എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ബലിയല്ല, മറിച്ച് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിധത്തിലുള്ള ബലി വേണം. ആ ബലി നിർവഹിക്കണം എന്നേ പറയുന്നുള്ളൂ. ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾ 2 തരമുണ്ട്. ബലിയൊരു അനുഷ്ഠാനമായി കണക്കാക്കുകയാണെങ്കിൽ തന്നെ 2 തരം അനുഷ്ഠാനങ്ങളുണ്ട്. ഒന്ന് ഗവേഷണം ആവശ്യമില്ലാത്ത അനുഷ്ഠാനം. ഇപ്പം നിസ്കാരം, അതിൽ നമ്മൾ ഗവേഷണം ഉള്ള ഒരു ഘടകവും ഇല്ല. അത് എങ്ങനെയാണോ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി.
ഗവേഷണം ആവശ്യമുള്ള അനുഷ്ഠാനങ്ങൾ, അതായത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫിത്ർ സക്കാത്ത് ആ നാട്ടിലുള്ള സാധാരണ ധാന്യം കൊടുക്കണം എന്നാണ്. ഇപ്പോൾ അരി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ റേഷൻ കടകളിലൂടെ ഇഷ്ടംപോലെ അരി കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് അരി കൊടുക്കാൻ തുടങ്ങി, വസ്ത്രം കൊടുക്കാൻ തുടങ്ങി, പണം കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഹജ്ജിന് പോയ ആൾക്കാർ അറക്കണം എന്നായിരുന്നല്ലോ പണ്ടൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ ആരും അറക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ബാങ്കിൽ കൊണ്ടുപോയി കാശ് അടക്കുന്നു, എന്നിട്ട് അവരറക്കുന്നോ ഇല്ല, അത് വിഷയം വരെ. പക്ഷേ അവരവൻ അറക്കണം എന്നൊക്കെയാണ് ഫിഖിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗവേഷണാത്മകമായി മാറ്റാവുന്ന നിയമങ്ങളുണ്ട്. ഉദഹിയത്ത് അങ്ങനെയാണ്. അത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് കൊടുക്കലാണ്. എല്ലാ വർഷവും ഈ മൃഗത്തിൻ്റെ കഴുത്തി കത്തിവെച്ചിട്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് നിർവഹിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. അത് ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പൊളിക്കലല്ല, നിർമ്മിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നർത്ഥം. ബലിയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വേറൊരു ബലിയും കൂടെ ഉണ്ടല്ലോ, അക്കീക്ക. കുട്ടികൾ ജനിച്ചാൽ അതിനെ പറ്റി മൗലവിയുടെ ഈ കഴിഞ്ഞ ഫുത്തുബ, അതായത് ഇന്നലത്തെ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഫുത്തുബ അക്കീക്കയെ കുറിച്ചുള്ളതായിരുന്നു. അക്കീക്ക വലിയ ഒരു പഠിക്കേണ്ടുന്ന വിഷയമാണ്. പ്രവാചകന് മുൻപുള്ള അറേബ്യയിൽ, അതായത് ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ ആ ഗോത്രവർഗം ഒരു കുട്ടി ജനിച്ചാൽ അറുക്കുകയും എന്നിട്ട് അതിൻ്റെ ചോര ഈ കുഞ്ഞിൻ്റെ തലയിൽ പൂശുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നു, മുടി കളഞ്ഞിട്ട്. ആ ആചാരമാണ് തുടർന്നു വന്നത്. എന്നിട്ട് മുഹമ്മദ് നബിയെ നിർത്തലാക്കി. ഫാത്തിമ ബീവി, നബിയുടെ മകൾ ഫാത്തിമ ബീവി പ്രസവിച്ചപ്പോൾ ഫാത്തിമ ബീവിക്ക് ഒരാഗ്രഹം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഇത് അറക്കണം എന്നൊരാഗ്രഹം. അപ്പം നബിയോട് പറഞ്ഞു, വാപ്പ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ അറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അറക്കരുത്, നീ മുടി കളഞ്ഞിട്ട് ആ മുടി തൂക്കിയിട്ട് അതിനനുസരിച്ച് സ്വർണ്ണമോ വെള്ളിയോ കൊടുക്കാൻ വേണ്ടി നബി കൽപ്പിച്ചു. അറക്കരുത് തന്നെ പറഞ്ഞു. എന്ന് മാത്രമല്ല, നബിക്ക് കുട്ടികൾ ജനിച്ചപ്പോൾ നബി അറുത്തിട്ടില്ല. അങ്ങനെ നബി അറക്കരുത്, എനിക്കിഷ്ടമല്ല, അങ്ങനെ പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സംഗതിയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഹനഫി മദ്ഹബിൽ, സുന്നികളിൽ 4 മദ്ഹബാണല്ലോ ഉള്ളത്, അതിൽ പ്രബലമായ മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിൽ ഇത് ചെയ്യുന്നത് തെറ്റാണ്, വിദഅത്താണ്, എന്ന് വെച്ചാൽ കുറ്റകരമായ കാര്യമാണ്. ആ കാര്യമാണ് നമ്മളെന്തോ ഒരു പുണ്യകർമ്മം പോലെ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, മൃഗങ്ങളെ വേദനിപ്പിക്കുകയും അറക്കുകയും ചെയ്യുന്നതിനോട് പ്രവാചകന് എതിർപ്പായിരുന്നു എന്നാണ്. പക്ഷെ അത് പിന്നീട് ആ പഴയ ഗോത്രാചാര സമ്പ്രദായങ്ങൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ. ഇപ്പം നിങ്ങൾ നോക്കുക, കടം വാങ്ങിയിട്ട് ഒരു അക്കിക്ക് അറക്കുന്നവരുണ്ട്. കാരണം ഭാര്യയുടെ ജ്യേഷ്ഠത്തി പ്രസവിച്ചപ്പോൾ അറുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് അറുത്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാകുമ്പോഴേക്കും ഇയാൾ ദരിദ്രനായി, അപ്പോൾ കടം വാങ്ങിയിട്ട് അറക്കണം. ഇങ്ങനെ മാനം കാക്കാൻ വേണ്ടി, നാട്ടുകാരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടി കടം വാങ്ങിയിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശരിയായ ഗോത്രാചാരമാണ് അതൊക്കെ. ഒരു ബന്ധവും അതിനില്ല. എന്നിട്ട് മനുഷ്യന്മാരെന്തോ ഒരു പുണ്യകർമ്മം പോലെ കൊണ്ടുനടക്കുന്ന, എൻ്റെ കുട്ടിക്ക് ഞാൻ അക്കീക്ക തർത്തു എന്നൊക്കെ പറഞ്ഞാൽ, അള്ളാഹു നമുക്കൊരു കുട്ടിയെ തന്നതിന് നമ്മളൊരു പോത്തിനെ കൊല്ലുന്നു. എന്നിട്ട് പറയാം ഇത് പണയമാണ്. അള്ളാഹു നമുക്കൊരു കുഞ്ഞിനെ തന്നതിന് അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്നൊരു പണയ മൂല്യമാണ് ഈ അറവ് എന്നാണ്. അപ്പോൾ ഈ കുഞ്ഞങ്ങ് മരിച്ചു പോയാൽ അള്ളാഹു ആ പോത്തിനെ നമുക്ക് തിരിച്ചു തരണ്ട. അങ്ങനെയാണല്ലോ. ഞാൻ മുഹ്സിനാൻ്റെ അടുത്തൊരു പണയം വെച്ചാൽ ഞാൻ ആ കാശ് തിരിച്ചു തരുമ്പോൾ എന്ത് ചെയ്യണോ? പണയം തിരിച്ചു തരണ്ടേ? ഇങ്ങനെ വിഡ്ഢിത്തം, അള്ളാഹുവിൻ്റെ പേരിൽ വിഡ്ഢിത്തം പറയുന്ന ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ അക്കീകത്ത് എന്നൊക്കെ പറയുന്നത്. ഒരർത്ഥവും ഒരടിസ്ഥാനവും അതിനില്ല. ഞാൻ ആ പറഞ്ഞതിനൊന്നും ആരും മറുപടി പറഞ്ഞിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു പറയാം. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആ വിമർശന വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്, ഇസ്ലാമിനെ മാറ്റാനും പരിഷ്കരിക്കാനൊക്കെയാണ് മൗലവി ഉദ്ദേശിക്കണത്. അങ്ങനെ ഒരു മാറ്റം പാടുള്ളതാണോ? അതായത് ഇസ്ലാം എന്തായിരുന്നോ അന്ന് എന്തായിരുന്നോ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വരേണ്ടത്, അതോ മാറേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇസ്ലാം എന്താണ് എന്നുള്ള ഒരു ഉത്തരത്തിലൂടെ. ഇസ്ലാം എന്നാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ നമ്മളിന്ന് കാണുന്ന ഈ മതത്തിൻ്റെ ആകാരം മൊത്തമാണോ, അതല്ല അതിൻ്റെ ഒരു മൂല്യമായി, അതിൻ്റെ കാമ്പായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഒന്നാണോ എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില അടിസ്ഥാന മൂല്യങ്ങൾക്ക് പറയുന്ന പേരാണ്. അടിസ്ഥാന മൂല്യങ്ങളാണ് ഇസ്ലാം. അതിനുശേഷം ഉള്ള അതിൻ്റെ ആകാരമുണ്ടല്ലോ, അതിൻ്റെ നമ്മൾ കാണുന്ന മേധസ്, അതിൻ്റെ ശരീരം എന്ന് പറയുന്നത്, അത് പിൽക്കാലത്ത് ഇങ്ങനെ ഉണ്ടായി വന്നതാണ്. അതായത് ഇന്ന് നമ്മൾ മദ്ഹബ് എന്ന് പറയുന്നു, മദ്ഹബുകൾ എന്ന് പറയുന്നത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, സുന്നി, ഷീഇ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് പറയുന്നത് ലോക മുസ്ലിങ്ങൾ. അതിൽ തന്നെയുള്ള ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ, ഓരോ ഗ്രൂപ്പിലുള്ള വ്യത്യസ്തമായ വിഭാഗങ്ങൾ.
ഇതൊക്കെ പിൽക്കാലത്തുണ്ടായതാണെന്ന്. ഇതൊക്കെ ചേർന്നതാണ് ഇന്നത്തെ മതം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറേ നിയമങ്ങളുണ്ടായി, ആ നിയമങ്ങൾക്ക് ഉപനിയമങ്ങളുണ്ടായി. ഇതൊക്കെ പിൽക്കാലത്ത് പണ്ഡിതന്മാരുണ്ടാക്കുന്നതാണ്. ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾക്കാണ് നമ്മുടെ ദീൻ, ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ, എല്ലാ മതങ്ങളുടെയും ഇങ്ങനെ തന്നെ. അപ്പോൾ അതിന് മാറ്റമില്ല, അത് മാറേണ്ടതില്ല. കാരണം സത്യമേ പറയാവൂ. ഇത് ഏതെങ്കിലും കാലത്ത് മാറേണ്ടതുണ്ടോ? ഇല്ലല്ലോ. വൃത്തിയിൽ ജീവിക്കണം, ഇതൊന്നും മാറ്റം ആവശ്യമില്ല. അപ്പോൾ ഈ അടിസ്ഥാനങ്ങൾക്ക് മാറ്റമില്ല. എന്നാൽ അതിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. ഏറ്റവും നല്ല ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇന്നത്തെ വലിയൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഒന്ന് മുസ്ലിനാക്ക് സുഹൃത്തുക്കൾ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരെ ഒരു മതവും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചോദിക്കുന്നു, ഈ ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പള്ളികളിൽ ഏത് ഇടത്താണ് കയറേണ്ടത്? സ്ത്രീകളുടെ അടുത്ത് കയറണോ പുരുഷന്മാരുടെ അടുത്ത് കയറണോ? സ്ത്രീകളുടെ അടുത്ത് കയറിയാൽ അവിടെ നിന്ന് ഓടിക്കും, ബഹളം വെക്കും. പുരുഷന്മാരുടെ അടുത്ത് കയറിയാൽ അവിടെ ഇടയില്ല, അവിടെ നിന്ന് ഓടിക്കും. അപ്പോൾ ഇവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അവരുടെ കുടുംബജീവിതം എന്താണ്? അവരുടെ ലൈംഗിക ജീവിതം എന്താണ്? അവർ എങ്ങനെയാണ് സമൂഹത്തിൽ, അവർ ഏത് കോളത്തിലാണ്? അവരുടെ അനന്തരാവകാശ നിയമങ്ങൾ എങ്ങനെയാണ്? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതിൻ്റെ. ഇപ്പോൾ ഇസ്ലാമിന് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് കേട്ടു, ഇസ്ലാമിൽ 2 പിന്നെ ലിംഗ വിഭാഗങ്ങളേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. അപ്പോൾ ഇവർ മനുഷ്യരല്ലേ, അള്ളാൻ്റെ സൃഷ്ടികളല്ലേ, അവർക്ക് അവകാശങ്ങളും ബാധ്യതകളും ഇല്ലേ? അത് അഡ്രസ്സ് ചെയ്യണ്ടേ? അപ്പം മാറ്റമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പം മാറ്റമുണ്ട്. സമൂഹത്തിൽ പുതിയ പുതിയ വിഷയങ്ങളുണ്ടാകുന്നു, കാലം മാറുന്നു, മനുഷ്യൻ പുരോഗമിക്കുന്നു, അവൻ്റെ വൈജ്ഞാനികമായ നിലവാരം ഉയരുന്നു. 6-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യനല്ല ഇന്നുള്ളത്. നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു, നമ്മുടെ അറിവ് വർദ്ധിച്ചു, നമ്മുടെ മനുഷ്യനെന്ന അർത്ഥത്തിലുള്ള നമ്മുടെ വലിയ മേഖലകൾ വർദ്ധിച്ചു വന്നു. നമ്മളിപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് ചിന്തിക്കരുത്. അപ്പം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മതങ്ങളും മാറണം. മതങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിസ്ഥാനം മാറുക എന്നല്ല. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ നയനിലപാടുകളും നിയമങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് എല്ലാ കാലത്തേക്കുള്ള മതമായി തീരുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നു ഏതൊരു കാലത്ത് ഏതൊരു മതം അല്ലെങ്കിൽ ഏതൊരു ദർശനം മാറാൻ സമ്മതിച്ചില്ലയോ അതൊക്കെ തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ബാബിലോണിയൻ സംസ്കാരം, മായൻ സംസ്കാരം, ഹാരപ്പൻ, മോഹൻജൊദാരോ, ഇങ്ങനെ തുടങ്ങിയ പഴയ വലിയ നാഗരികതകൾ ഇതൊന്നും ചെറുതായിരുന്നില്ല. ഈ ബാബിലോണിയൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഒരു 2/3 ഭാഗം അധികാരമുള്ള ഒരു സംസ്കാരമായിരുന്നു. മായൻ സംസ്കാരം ഏതാണ്ട് ഭൂമി മുഴുവനും എന്നതുപോലെ ഉള്ള സംസ്കാരമായിരുന്നു. അതൊക്കെ തകർന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് തകർന്നത്? മാറാൻ സന്നദ്ധമായില്ല. ഇങ്ങനെ മാറാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന മതങ്ങളും തകരും. ആ തകർച്ച ഒഴിവാക്കാനാണ് എന്നെപ്പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. മതങ്ങൾ നവീകരിക്കപ്പെടണം, മൂല്യങ്ങൾ ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം, അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ഇതാണ് പറയുന്നത്. ആ മാറ്റങ്ങളാണ് വേണ്ടത്. ഇങ്ങനെ മാറ്റങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കാലത്ത് ആരൊക്കെ പണിയെടുത്തിട്ടുണ്ടോ അവരൊക്കെയും ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെയും ഭ്രാന്തന്മാരെന്നോ അല്ലെങ്കിൽ മതവിരുദ്ധരെന്നോ മുർത്തദ്ദുകളെന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തായവരെന്നോ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഞാനും കേൾക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാറാതെ നിലനിൽക്കാൻ കഴിയില്ല. പുതിയ തലമുറ, പ്രത്യേകിച്ച് ഇപ്പോൾ മസ്ജിദാനോടൊന്നും പറയേണ്ടതില്ല. മസ്ജിദാൻ്റെ ഒക്കെ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ കാണുന്നു എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ചിലതൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ 1000 സംശയങ്ങളാണ്. ആ സംശയങ്ങളുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെല്ലെ മെല്ലെ അങ്ങ് പോകും. ഈ ബഹളമൊന്നും ഉണ്ടാക്കില്ല. അവർ സൈലൻ്റായി മെല്ലെ അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും എന്നെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത്. അതിനെ അവഗണിക്കുകയാണ് ഈ പുരോഹിതന്മാർ ചെയ്യുന്നത്. ഇതാണ് പരിഷ്കാരം എന്ന് പറയുന്നത്, പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിഷ്കാരമല്ല, മതത്തിൻ്റെ മൂലതത്വങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ പിന്നെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. പണ്ഡിതന്മാരാണോ ഖുർആനിലെ മാറ്റം കൊണ്ടുവരുന്നത്, തിരുത്തലുകൾ വരുത്തണത്, അതോ മൗലവിയാണോ മാറ്റാൻ ശ്രമിക്കുന്നത്? അതൊന്നും കൂടെ വിശദീകരിക്കണം. മാറ്റങ്ങൾ ഖുർആനിലല്ല, ഇസ്ലാമിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ ഇസ്ലാം വളരെ സിമ്പിളാണ്. അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ ലളിത മനോഹരമായൊരു ജീവിത വ്യവസ്ഥിതിയുടെ പേരാണത്. അതിനൊരു മതത്തിൻ്റെ ചട്ടക്കൂട് പോലും ഇല്ല. അത് എല്ലാവരെയും ചേർത്ത് ഒരു ഇൻക്ലൂസിവിറ്റിയുള്ള ഒരു സംസ്കാരത്തിൻ്റെ പേരാണ്. അതിനെ പിന്നീട് മതമാക്കി മാറ്റിയ ഭരണാധികാരികൾ, അവരുടെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ അതിലിങ്ങനെ
പലതും നിയമങ്ങളാക്കി മാറ്റി ഇന്ന് കാണുന്ന ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നിയമങ്ങളിൽ ഒരു 70% ഇങ്ങനെ കൂട്ടിച്ചേർത്തതാണ്. നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ പലതും. അപ്പം ഞാൻ ശ്രമിക്കുന്നത് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളും അധികാരികളും പുരോഹിതന്മാരും ഒക്കെ ഇതിൽ ചേർത്തിട്ടുള്ള മാനവവിരുദ്ധവും ധർമ്മവിരുദ്ധവും മൂല്യവിരുദ്ധവുമായ കാര്യങ്ങളെ തുറന്നു കാണിക്കാനാണ്. അതിനെ മാത്രമേ തുറന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുണ്ട്. അതിൽ കുറേ നല്ലതുണ്ട്. അതിനൊക്കെ നമ്മൾ പൊളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ആർക്കിടെക്ചർ, ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പള്ളിയുടെ മിനാരം അത് മുഹമ്മദ് നബിയുടെ കാലത്തുള്ളതല്ല, അത് പിന്നീട് വന്നു ചേർന്നതാണ്. അത് പിന്നെ പേർഷ്യൻ ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായി. ചന്ദ്രക്കല, നക്ഷത്ര ചിഹ്നം, ഇതൊന്നും മുഹമ്മദ് നബിയുടെ കാലത്തുള്ളതല്ല, അതൊക്കെ പിന്നീട് വന്നതാണ്. അതിനൊന്നും എതിർക്കേണ്ട കാര്യമില്ല. കാരണം അതൊന്നും മനുഷ്യ സമൂഹത്തിനൊരു ദോഷം ചെയ്യുന്നില്ല. മനുഷ്യ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന, പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന, മൂല്യങ്ങൾക്കെതിരായ ഇവർ കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ തുറന്ന് കാണിച്ച് ഇതല്ല മതം ഇതാണ് എന്ന് തുറന്ന് കാണിക്കുക. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇതിനെ ഒന്ന് അങ്ങനെ ഉണ്ടല്ലോ, കുറേ മാലിന്യങ്ങളൊക്കെ കലർന്ന് പൊടിയൊക്കെ പിടിച്ചാൽ ഒന്ന് കഴുകി ശുദ്ധിയാക്കുന്നത് പോലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന നിലവിളികൾ മാത്രമാണ് ഇന്ന് കേൾക്കുന്നതല്ല. യഥാർത്ഥത്തിൽ മാറ്റം വരുത്തുകയല്ല, ശുദ്ധീകരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് തിരുത്തി പറയാവുന്നതാണ്. ഭയങ്കര ഒരു ആഴമുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഫീഡായി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടി. പക്ഷെ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. അത് എനിക്കിപ്പോൾ ഇത്ര ക്ലോസ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇതിന് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കണം. കുറേ കാര്യങ്ങളൊക്കെ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര എന്താ പറയുക, ദഹിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ, ഇതിങ്ങനെ ചിന്തിക്കാനൊരു കാരണമാവട്ടെ നമ്മുടെ ഒരു സംസാരം. തീർച്ചയായിട്ടും. പിന്നെ ഇത് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങളായി മനുഷ്യ മനസ്സിനടിഞ്ഞുകൂടിയിട്ടുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ അവർ പുലർത്തിപ്പോരുന്ന ആചാര സമ്പ്രദായങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും അങ്ങ് മാറ്റിക്കളയാം എന്നുള്ള ഒരു വിദ്യാധാരണയൊന്നും എനിക്കില്ല. ഇത് 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു സർവ്വമത സമ്മേളനം നടന്നിരുന്നു. അതിൽ സത്യവ്രത സ്വാമി എന്ന് പറയുന്ന ഒരാൾ ഒരു സ്വാഗത പ്രഭാഷണം നടത്തി. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 100 വർഷം കൊണ്ടോ 1000 ആണ്ട് കൊണ്ടോ മാറ്റാൻ കഴിയുന്നതാണ് ഈ പറയുന്ന കാര്യമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ മാറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യ സമുദായം ഈ ദുരിതത്തിൽ തന്നെ മുന്നോട്ട് പോകും. മാറിയാൽ അവർക്ക് നല്ലത്. ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ മാറ്റിയാൽ അവർക്ക് നല്ലത്. ഈ രക്തപ്പുഴ ഒഴുക്കിയും ഭീകരത കാണിച്ചും പിന്നെ അതുപോലെ ദുരാചാരങ്ങളിലൂടെയും നേടിയെടുക്കാവുന്നതല്ല ദൈവപ്രീതി. മനുഷ്യൻ ആർദ്രതയുള്ളവനാവുക, കരുണയുള്ളവനാവുക, സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാ ജീവിവർഗങ്ങളേക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്തിൻ്റെ അവകാശികളാണ് അവരും. അവരെ കൊന്നിട്ടും അവരുടെ കഴുത്തിൽ കത്തിവെച്ചിട്ടും നേടിയെടുക്കാനുള്ളതല്ല പുണ്യം, നല്ലത് ചെയ്തിട്ട് നേടിയെടുക്കാനുള്ളതാണ്. അത് എന്നാണോ മനുഷ്യ സമുദായത്തിന് മനസ്സിലാവുന്നത് അന്ന് അവർക്ക് ഗുണം കിട്ടും. അപ്പോൾ പെട്ടെന്നങ്ങ് മാറ്റിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. നമ്മൾ വിത്തിടുന്നു, അതിൻ്റെ സമയമാകുമ്പോൾ അത് മുളച്ചു വരും. പറഞ്ഞ സംഭവങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരുപാട് കഥകൾ ഇരിക്കണോണ്ടാണ് അത് ഇപ്പൊ പറഞ്ഞത്. ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെ തോന്നാം. മറ്റു ജീവിയെ ദ്രോഹിക്കാനൊന്നും ഒരു മനുഷ്യനും സഹജമായി ഇഷ്ടപ്പെടുന്നില്ല. അതെ അതെ അതെ. എല്ലാ ഒരു മാറ്റത്തിന് തുടക്കമാവട്ടെ. സന്തോഷം. എല്ലാ സന്തോഷവും. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഇതുപോലെ ഇരിക്കാം, കാണാം. എനിക്കും സന്തോഷമുണ്ട്. എനിക്ക് ഈ പുതിയ തലമുറ, മുഹ്സിനയെ പോലുള്ള പുതിയ തലമുറയുമായിട്ട് സംവദിക്കാനാണ്. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്, അവരെത്തിച്ചേർന്ന കുറേ മൂല്യബോധങ്ങളുണ്ട്. ആ ഒരു തലത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മുഹ്സിനയെ പോലുള്ള പുതിയ തലമുറയുമായിട്ട് സംവദിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ. ഇനിയും നമുക്ക് കാണാം, ഇരിക്കാം. സന്തോഷം.